ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിലോപ്പിയ. നമ്മളെല്ലാവരും ഫിഷെല്ലാം കഴിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഇതിനൊന്നും ഗുണങ്ങളൊന്നും ആരും നോക്കാറില്ല. തിലോപ്പിയ ഫിഷ് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. 26 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഹൈ പ്രോട്ടീനാണ് 100 ഗ്രാമിലുള്ളത്. അതുപോലെ 128 കാലോറിയാണുള്ളത്. അതുപോലെ വിറ്റമിൻസ്, മിനറൽസ് ധാരാളം അടങ്ങിയിരിപ്പുണ്ട്. ഇത് റിച്ച് ഇൻ നൈസിൻ, അതുപോലെ വിറ്റാമിൻ B12, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സെലീനിയം എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഇന്ന് കുക്ക് ചെയ്യാമെന്ന് ഞാനിന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാവും ഈ ഒരു വീഡിയോ. അതിലേക്ക് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതുപോലെ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല. വെറും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് പാകം ചെയ്തെടുക്കാം. മിക്സി ജാറിലേക്ക് ഞാൻ എടുത്ത് വെച്ചാൽ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. അതുപോലെ പച്ചമുളക് ഒരു 4 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ചപ്പ്, മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി കുറച്ചൊരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ഒരു ഹാഫ് നാരങ്ങ നീര് അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ ഒലീവ് ഓയിൽ ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ നല്ലതാണ്, വളരെയധികം നല്ലതാണ്, ഹെൽത്തി ഫാറ്റാണ്. സാൾട്ട് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക. അതുപോലെ പെപ്പർ ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് 2 മിനിറ്റ് അടിച്ച് എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മളെ തിലോപ്പിയ ഫിഷ് ഏറെക്കുറെ ഒരു 100 ഗ്രാം ഉണ്ടാവും. അത് 100-120 ഗ്രാമുകളുണ്ട്. അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വളരെ ഈസിയാണ്, ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഫിഷ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അതിനുശേഷം ഞാനിവിടെ ഫോയിൽ പേപ്പർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾക്കിത് വാഴൻ്റെ ഇല വേണമെങ്കിൽ യൂസ് ചെയ്യാം. വാഴൻ്റെ ഇല കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇതിനേക്കാൾ ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും അത്. ഞാനിവിടെ ഫോയിൽ പേപ്പർ എടുത്തുള്ളത്. ജസ്റ്റ് നമ്മൾ ഒരു അലങ്കാരത്തിന് വേണ്ടി തക്കാളി ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം, ഒരു ഗ്ലാമറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം മതി. ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ 2 സൈഡും മാറ്റി വെച്ച് കൊടുക്കണം. ഒരു 5-8 മിനിറ്റ് ഒരു സൈഡും, ഒരു 5-8 മിനിറ്റ് ഒരു സൈഡ് വെച്ചാൽ മതി. ഒരുപാട് ടൈം വേണ്ട, ഒരു 15 മിനിറ്റ് മാക്സിമം മതിയാവും. അതിലേക്ക് നമ്മൾ പാനിലേക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത്, എണ്ണയൊന്നുമല്ല, വെള്ളമാണത്. വെള്ളത്തിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് വെച്ചിട്ട് നമുക്ക് മൂടി കൊടുക്കാം. മൂടി നമുക്കൊരു 5-8 മിനിറ്റ് നിങ്ങൾ ഒരു സൈഡ് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചും ഇടാം, ഒരു 5-8 മിനിറ്റ്. അപ്പോൾ അതിനും നമ്മുടെ തിലോപ്പിയ ഹൈ പ്രോട്ടീൻ ഡിഷ് സെറ്റാവും. ഫിഷ് പലർക്കും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ഫിഷ് കഴിക്കുന്നത് മൂലം തന്നെ. നമുക്ക് omega-3 ഫാറ്റി ആസിഡൊക്കെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ശരീരത്തിലേക്ക്, omega-3. അപ്പോൾ അതിന് നിങ്ങൾ ഫിഷ് കഴിക്കണം. ഫിഷ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിരിക്കേണ്ടതിൽ. നമ്മളെ തിലോപ്പിയ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ വേറെ ലെവലാണ്. ഇത് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യുക. അഭിപ്രായം നിങ്ങൾ കമൻസിലൂടെ